നമസ്കാരം. ഈ മെയ് മാസം സ്കിൻ ക്യാൻസർ അവയർനെസ് മന്താണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനായ സ്കിന്നിൽ ബാക്കിയുള്ള ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യുന്ന പോലെ സ്കിൻ ക്യാൻസർ വരാം. നമ്മുടെ മുഖത്തെ തൊലിയിൽ അഥവാ ചെവി, ചുണ്ടുകൾ, കഴുത്തിലെ ഭാഗം, കൈകാലുകൾ, സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കുന്ന ഈ സ്ഥലങ്ങളിലാണ് സ്കിൻ ക്യാൻസർ കൂടുതലായി കാണാറുള്ളത്. എന്നാൽ അതുപോലെ തന്നെ കൈപ്പത്തിയുടെ ഉള്ളിൽ, കാൽപ്പത്തിയിൽ, നഖത്തിന്റെ അടുത്ത്, ജനൈറ്റൽ ഏരിയ ഇവിടെയും നമുക്ക് സ്കിൻ ക്യാൻസർ വരാം. ആർക്കൊക്കെയാണ് സ്കിൻ ക്യാൻസർ കൂടുതൽ വരാൻ സാധ്യതയുള്ളത്? ഒന്ന്, സൂര്യപ്രകാശം കുറച്ച് കൂടുതൽ ഏൽക്കുന്ന ആളുകളിൽ, അഥവാ നമ്മുടെ ഫാമിലിയിൽ പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് സ്കിൻ ക്യാൻസർ ഉള്ളവർക്ക്, കുറച്ച് ഫെയർ സ്കിൻ ഉള്ളവർക്ക്, അഥവാ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ സൺ ബേൺ വരാൻ കൂടുതൽ സാധ്യതയുള്ളവർ, മറ്റു പല അസുഖങ്ങൾ കാരണം ഇമ്മ്യൂണിറ്റി കുറച്ച് ഇഷ്യൂസ് ഉള്ളവർ, ഇവർക്കൊക്കെയാണ് നമ്മൾ കൂടുതലായി സ്കിൻ ക്യാൻസർ കാണാറുള്ളത്. ഈ സ്കിൻ ക്യാൻസർ പ്രധാനമായും 3 ടൈപ്സ് ആണ്. ഒന്ന്, സ്ക്വാമസ് സെൽ കാർസിനോമ, രണ്ടാമതായി ബേസൽ സെൽ കാർസിനോമ, മൂന്നാമത് മലിഗ്നന്റ് മെലനോമ. ഏറ്റവും കൂടുതലായി കാണാറുള്ള ക്യാൻസർ ഈ ബേസൽ സെൽ കാർസിനോമയാണ്. എന്നാൽ ഈ 3 ക്യാൻസറിൽ ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്നത് മലിഗ്നന്റ് മെലനോമയാണ്. ചിലപ്പോൾ ഒരു സാധാരണ ഉണങ്ങാതെ നിൽക്കുന്ന ഒരു മുറിവ് ഒരു ബേസൽ സെൽ കാർസിനോമ ആകാനോ അഥവാ സ്ക്വാമസ് സെൽ കാർസിനോമ ആവാനോ ഉള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ സാധാരണമായി കാണുന്ന ഒരു മറുക്, അഥവാ നമ്മൾ സാധാരണമായി മറുകാണെന്ന് കരുതുന്നവ, അത് ചിലപ്പോൾ ഒരു മലിഗ്നന്റ് മെലനോമ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്ങനെയാണ് നമുക്ക് സാധാരണ ഒരു മറുകിനെ ക്യാൻസറിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു സാധാരണമായി കാണുന്ന കറുത്ത മറുകിൽ വരുന്ന വ്യത്യാസങ്ങൾ, പെട്ടെന്നുള്ള വലിപ്പ വ്യത്യാസം, നിറവ്യത്യാസം, അതിൽ ചൊറിച്ചിൽ, വേദന അഥവാ കുറച്ച് ബ്ലഡ് കാണുക, ഇതൊക്കെയാണ് ഒരു ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മറുകുകൾ. ഇനി സ്കിൻ ക്യാൻസേഴ്സ് ഇന്ന് ഫലപ്രദമായി ചികിത്സിക്കാൻ ഉള്ള സംവിധാനങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ഒരു സ്കിൻ ക്യാൻസർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായി, നമ്മുടെ സ്കിന്നിൽ കാണുന്ന ലക്ഷണങ്ങൾ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാതിരിക്കുക. ചിലപ്പോൾ ചെറിയൊരു പാടായിരിക്കാം, ഒരു തടിപ്പായിരിക്കാം, ഒരു കുരു വന്നിട്ട് പോകാതെ ഇരിക്കുന്നതായിരിക്കാം, ഉണങ്ങാതെ നിൽക്കുന്ന മുറിവാകാം. ഇതെല്ലാം ഒരു ക്യാൻസർ ലക്ഷണങ്ങളല്ല എന്ന് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് ഉറപ്പുവരുത്തുക. രണ്ടാമതായി, നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ഉള്ള ഒരു എക്സ്പോഷർ ഒഴിവാക്കുക. പ്രധാനമായി ഇതിന് നമ്മൾക്ക് ഒരു 10 മണി മുതൽ 4 മണി വരെയുള്ള സൂര്യപ്രകാശമാണ് ഏറ്റവും കൂടുതൽ UV ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നേരിട്ടുള്ള സൺ എക്സ്പോഷർ ഒഴിവാക്കുക. നമ്മൾക്ക് അത് ഫുൾ പ്രൊട്ടക്ഷൻ ക്ലോത്ത്സ് യൂസ് ചെയ്യാം, അഥവാ അംബ്രല്ല അതുപോലെയുള്ളവയൊക്കെ യൂസ് ചെയ്യുന്നത് സ്കിൻ ക്യാൻസറിൽ നിന്ന് നമ്മൾ രക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.